നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ എല്ലാ കാര്യതകളും ദൈവകരങ്ങളിൽ നിങ്ങൾ കൊടുത്താൽ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ആശീർവാദം വരും. ദുഷ്ടൻ തകർക്കുന്ന, അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെ ജയിക്കുവാൻ സ്തുതിക്കുന്ന ദൈവമക്കൾക്ക് കഴിയും. ലോകത്തിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ചില നാശങ്ങളിൽ പോലും ജയമെടുക്കുവാൻ ദൈവമക്കൾക്ക് കഴിയും. രോഗമാകട്ടെ, ബലഹീനതകളാകട്ടെ, ചില പ്രതികൂലങ്ങളാകട്ടെ, ചില അനർത്ഥങ്ങളാകട്ടെ, ചില ബാധകളാകട്ടെ, ഏതു തരത്തിലുള്ള പ്രതിസന്ധിയുമായിക്കൊള്ളട്ടെ, ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ പാദത്തിൽ കാത്തിരുന്നാൽ, സ്തുതിച്ച് കാത്തിരുന്നാൽ സ്വർഗം അവർക്കായി തുറക്കും. ദൈവം തന്നെ ദൂതന്മാരെ അയക്കും. അവർ ശക്തി പ്രാപിക്കും. അവർ ശക്തിയെ പുതുക്കും. അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ആദ്യം ഒരു ദൈവ പൈതൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കൊണ്ടുവരണം. ഉള്ളത്തിൽ ദൈവമഹത്വത്തെ കൊണ്ടുവരണം. ചിന്തയിൽ ദൈവമഹത്വത്തെ കൊണ്ടുവരണം. ശരീരത്തിൽ ദൈവമഹത്വത്തെ കൊണ്ടുവരണം. തൊഴിലിൽ, അധ്വാനത്തിൽ, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ദൈവമഹത്വത്തെ കൊണ്ടുവരണം. ബന്ധങ്ങളിൽ ദൈവമഹത്വത്തെ കൊണ്ടുവരണം. ഭവനത്തിൽ ദൈവമഹത്വത്തെ കൊണ്ടുവരണം. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും, നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വത്തെ ഒരു ദൈവ പൈതലിന് വെളിപ്പെടുത്തുവാൻ കഴിയും. ഞാൻ പറയട്ടെ, ഒരു ദൈവ പൈതൽ നടക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. സ്തുതിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവ പൈതൽ, ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവ പൈതൽ, അവൻ്റെ നടത്ത പോലും ആ ദേശത്തിനും ആ സറൗണ്ടിങ്സിനും ഒരു വിടുതലായിരിക്കും. അവൻ ആത്മമണ്ഡലങ്ങൾക്ക് അതൊരു വിടുതലായിരിക്കും.